ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർണൂസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ ഫിഷ് ഫ്രൈ ആണ്. വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫിഷിൻ്റെ പേര് എനിക്കറിയില്ല, അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫിഷിൻ്റെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അർണൂസ് കിച്ചൺ കാണുന്നതെങ്കിൽ അഥവാ ഇതുവരെ അർണൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഫിഷ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് ഫിഷ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് 1 കിലോ കൂടുതലുണ്ട് ഫിഷ്. കട്ട് ചെയ്തപ്പോൾ തലയൊക്കെ പോയപ്പോൾ കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഫിഷിലേക്ക് മസാലകൾ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി. അപ്പോൾ ഞാൻ 2 സ്പൂൺ നല്ല മുളക് പൊടിയും 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. പിന്നെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഞാൻ കൈ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ലെമണിൻ്റെ പകുതി, ഞാൻ ഫുള്ള് എടുക്കുന്നില്ല, ഒരു പകുതി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ മസാല കുറച്ച് കട്ടിയാണ്. നമുക്ക് ഈ മസാല കുറച്ച് ലൂസാക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മസാല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മസാല ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇത്ര ലൂസിലാണ് ഞാൻ മസാല ഇതാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഓരോ ഫിഷായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാല മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫുൾ ഫിഷ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാല പുരട്ടി വെക്കുകയാണ്. ഒരു മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ മസാല പുരട്ടി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല, 1/2 മണിക്കൂറെങ്കിലും നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ഫിഷിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റും കിട്ടും മസാലയൊക്കെ ഉള്ളിൽ ചേർന്നാലാണ്. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഓരോരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മീനിന് വലിയ വേവൊന്നുമില്ല. നമുക്കിത് സിമ്മിലിട്ട് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഫിഷ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൾ കായലിലൊക്കെ വളർത്തുന്ന മീനാണിത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാ ഫിഷും ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സിമ്മിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആണ് കുറച്ച് തണിഞ്ഞിട്ടാണ് ഞാൻ ഫിഷ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഫിഷ് പെട്ടെന്ന് പൊട്ടിപ്പോവും. നമുക്ക് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൊട്ടാത്ത രീതിയിൽ വേണ്ടിയിട്ടാണ് എടുക്കേണ്ടിയിട്ടാണ് കുറച്ച് തണിഞ്ഞിട്ടാണ് ഞാൻ ഫിഷ്
തിരിച്ചിട്ടിടുന്നത്. നമുക്ക് എല്ലാ ഫിഷ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഒരു 5 മിനിറ്റും കൂടി ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാ ഭാഗം ഒന്നുകൂടി വെന്തോട്ടെ എന്ന് കരുതിയിട്ട് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി നല്ല ഫിഷൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫിഷും ഞാൻ തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഫിഷും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇറച്ചിയുള്ള മീനാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.